നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിശോധന നടത്തുന്ന കൊച്ചിയിലെ കാക്കനാട്ടേക്ക് നമുക്ക് പോകാം. അർജുൻ മട്ടന്നൂർ നമ്മെ കാത്തു നിൽക്കുകയാണ്. അർജുൻ മട്ടന്നൂർ, പരിശോധനകൾ നടക്കുന്നുണ്ട്. എത്ര നിയമലംഘനങ്ങൾ അർജുൻ ഇപ്പോൾ നിൽക്കുന്നയിടത്തുണ്ടായിട്ടുണ്ട്? സുജയ, കഴിഞ്ഞ ഒരു മാസമായി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസിനൊപ്പം സംയുക്തമായി മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. നേരത്തെ കാക്കനാട് മേഖലയിലാണ് ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവിടെ എത്തിയ ചില കാർ യാത്രക്കാരൊക്കെ തന്നെ ഒരു ലോറിയെക്കുറിച്ച് ചില പരാതികൾ പറഞ്ഞത്. ആ ലോറി ഇത്തരത്തിൽ അലക്ഷ്യമായാണ് വാഹനം ഓടിക്കുന്നത് എന്ന പരാതി പറഞ്ഞത്. അതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും ആ ലോറിയെ പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ കളമശ്ശേരി ഭാഗത്ത് നിന്ന് ആ ലോറി ജീവനക്കാരോടുകൂടി സംസാരിക്കുകയാണ്. അവരുടെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. പ്രധാനമായും ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നത്, ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാഹനം ഓടിക്കുന്നവരൊക്കെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ പോലീസിനോട് ചേർന്നുകൊണ്ടുള്ള ഈ പരിശോധനയുടെ ഭാഗമായി നിരവധി നിയമലംഘകരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പരിശോധന കുറച്ചു കാലമായി തുടങ്ങിയിട്ട് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് ഇപ്പോൾ ഈയിടെയായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്മുടെ അടുത്ത് തുടരെ റോഡിലിറങ്ങി ചെക്ക് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ റോഡിലെ പരിശോധന കൂടുതൽ ശക്തമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസുമായി ചേർന്ന് കമ്പൈൻ ചെക്കിങ് നമ്മുടെ സംസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിന്ന് വൈകുന്നേരം കളമശ്ശേരി ഭാഗത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് വാഹനങ്ങൾ നമ്മളുടെ ഒരുപാട് ക്രമക്കേടുകൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ക്രമക്കേടുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു? ചുരുങ്ങിയ സമയത്ത് ഏകദേശം 30ഓളം ക്രമക്കേടുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു 4 മണിക്ക് ശേഷം ഇത്രയും നേരം കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെക്കിങ് തുടങ്ങിയ കഴിഞ്ഞ മാസം 17-ാം തീയതി തൊട്ടാണ് ചെക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെക്കിങ് ഒഫൻസുകൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. രീതിയിലുള്ള നിയമലംഘനങ്ങളാണ് കൂടുതൽ നടക്കുന്നത്? ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഹെൽമെറ്റിൻ്റെ ഉപയോഗം തന്നെയാണ്. ഹെൽമെറ്റിൻ്റെ ഉപയോഗം കുറച്ച് റൂറൽ ഏരിയകളിലൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനയുടെ വിവരങ്ങൾ കേട്ടല്ലോ. പോലീസും MVDയും ചേർന്നാണ് നിരത്തുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്, നിയമലംഘകരെ പിടിക്കുന്നതിനായിട്ടുള്ള പരിശോധന നടക്കുന്നത്. കാക്കനാട്ടെ പരിശോധന കണ്ടല്ലോ, എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഈ പരിശോധനയിൽ പിടിക്കപ്പെടാതെ കടന്നു പോവുക എന്നതിനേക്കാൾ നിയമം പാലിച്ച് യാത്ര ചെയ്യുക എന്നതാകട്ടെ നമ്മുടെ ലക്ഷ്യം.